آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمدا. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به القضاء وتنفرج به الكربا وتقضى بالحوائج وتنال بالرائب ويسر الحواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم اوصل ثواب ما كرهناه هذه هدية واصلة ورحمة عزلة وبركة شاملة مقبولة مرضية أفضل منا إلى روح نبينا وحبيبنا محمد صلى الله عليه وسلم. ഖലിഖായ കരുണക്കടലായ ഖലിയുൽ ഖയ്യൂമായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇവിടെ നടത്തിയ മൗലിദ് പാരായണം, മജ്ലിസിനോട് സ്വലാത്ത്, യാസീന്, ഇസ്തിഗ്ഫാർ എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. പോരായ്മകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞറിയാതെയോ വന്നുപോയ എല്ലാ ദോഷങ്ങളും ഈ മജ്ലിസ് സർവ്വകാരണമാക്കി പുറത്തു തരണേ അല്ലാഹ്. പഠിച്ചവനെ, എന്റെ മഹാത്മാക്കളെ പിൻപറ്റി ജീവിച്ചു മരിക്കാൻ ഇതൊരു മുതൽകൂട്ടാക്കി തരണേ അല്ലാഹ്. പഠിച്ചവനെ, എന്റെ മഹാത്മാക്കളെ പിൻപറ്റി ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹ്, ഞങ്ങളുടെ മജ്ലിസിന് ഞങ്ങളുടെ ഈമാനിന് ശക്തി നൽകണേ റബ്ബേ, ക്ഷമ നൽകണേ അല്ലാഹ്. അദാബുകളിൽ നിന്നും മാറ്റി നിർത്തണേ അല്ലാഹ്. മദീനയിൽ പോകാനും മുത്തുനബിയോട് സലാം പറയാനും ഒരു ഹജ്ജ് ഉംറയും ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനായി സാമ്പത്തിക തടസ്സം നീക്കി തരണേ റഹ്മാനേ. ശാരീരിക ബുദ്ധിമുട്ട് നിയമ തടസ്സമെല്ലാം ഒഴിവാക്കി തരണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അല്ലാഹ്. എന്തുദ്ദേശമാണെങ്കിലും അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളുടെ മുത്താണ്, ആ മുത്ത് അങ്ങ് മദീനയിലാണ്. അവിടുത്തെ സ്നേഹം കിട്ടണമെങ്കിൽ നീ കനിയണം, നിന്റെ ഔദാര്യം വേണം, അത് ഞങ്ങളിൽ കനിയണേ റബ്ബേ. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനേ. പഠിച്ചവനെ, ഈ പാതിരാക്കടുത്ത സമയം ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരും എന്റെ കരുണ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് അല്ലാഹ്. എന്റെ കരുണ പ്രതീക്ഷിച്ചാണ് ഇരു കൈകളും കാലുകളും ശരീരങ്ങളും എന്നിലേക്ക് ഉയർത്തുന്നത് റഹ്മാനേ. ഇത് കാണാതിരിക്കല്ല റബ്ബേ, ഇരു കരങ്ങളെ തള്ളി മാറ്റല്ല അല്ലാഹ്, നീ തള്ളി മാറ്റല്ല റഹ്മാനേ. ഈ മജ്ലിസ് ഇവിടെ ഒരുക്കി തന്ന എന്റെ പിതാവ്, അവർക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഏറ്റി നൽകണേ അല്ലാഹ്. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും ഏറ്റി നൽകണേ അല്ലാഹ്. മാറാവ്യാധി രോഗങ്ങളെ കൊണ്ട് അവയെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനേ. പഠിച്ചവനെ, ഈ മജ്ലിസുമായി സഹായിച്ച ഒരുപാട് ആളുകള്, പ്രത്യേകിച്ച് ബാപ്പു ഹാജി, ഉണ്ണി മുഹമ്മദ് ഹാജി, എന്റെ കൂട്ടുകുടുംബങ്ങള്, അയൽവാസികള്, നാട്ടുകാര്, അവരുടെയൊക്കെ മനസ്സുകളിൽ എന്തുദ്ദേശമാണോ എന്ന് നിനക്ക് മാത്രമാണല്ലോ റബ്ബേ അറിയുക. അതറിഞ്ഞ് നീ സഹായിക്കണേ അല്ലാഹ്.
അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. അതറിഞ്ഞ് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നീ ഏറ്റി നൽകണേ അല്ലാഹ്. നിന്റെ മഹാത്മാക്കളുടെ കാവൽ നൽകണേ റബ്ബേ. അല്ലാഹുവേ നിന്റെ മഹാത്മാക്കളുടെ കാവൽ നൽകണേ അല്ലാഹ്. പടച്ചവനെ മാറാവ്യാധി രോഗങ്ങള് തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല റബ്ബേ. ക്യാൻസർ തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. ട്യൂമർ തന്ന് പരീക്ഷിക്കല്ല റഹ്മാനേ. കിഡ്നി സംബന്ധമായ ഒരു രോഗവും തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. പടച്ചവനെ ജീവിതത്തിലും മരണപ്പെട്ടാലും ഞങ്ങളുടെ ശരീരം കീറി മുറിക്കുന്ന അവസ്ഥ വരുത്തല്ല അല്ലാഹ്. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥ ഞങ്ങളുടെ ശരീരത്തിൽ വരുത്തല്ല അല്ലാഹ്. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. അപകട മരണത്തെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ ജീവിതത്തിലും അല്ലാഹുവേ മാനസികമായ രോഗങ്ങള് തരല്ല റബ്ബേ. മാനസികവും ശാരീരികവുമായ രോഗങ്ങള് തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ നീ തളർത്തല്ല റബ്ബേ. നീ തളർത്തല്ല അല്ലാഹ്. ഞങ്ങൾക്കുള്ള രോഗങ്ങളൊക്കെയും ഈ മജ്‌ലിസിൽ കാരണമാക്കി ശിഫാ നൽകണേ അല്ലാഹ്. എന്റെ മഹാത്മാക്കളുടെ കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ എന്റെ മഹാത്മാക്കളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിൽ കാരണമാക്കി ഞങ്ങളുടെ ശരീരങ്ങളിൽ എന്ത് രോഗങ്ങളുണ്ടെങ്കിലും അതൊക്കെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. നീതിമാനായ അല്ലാഹ് ഈ മജ്‌ലിസുമായി സഹായിച്ച എല്ലാവർക്കും രോഗങ്ങള് കടങ്ങള് മറ്റെന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എല്ലാത്തിനും പരിഹാരം നൽകണേ അല്ലാഹ്. എല്ലാത്തിനും പരിഹാരം എന്നിലുണ്ടല്ലോ റഹ്മാനേ. പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ കടക്കാരായി ഞങ്ങൾ മരിപ്പിക്കല്ല അല്ലാഹ്. ഈമാനില്ലാത്ത മരണവും ജീവിതവും ഞങ്ങൾക്ക് തരല്ല റബ്ബേ. അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോളം അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ച് നിന്റെ തോയത്തിലായി ജീവിച്ച് മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദുമായി ഉറക്കനെ ഉച്ചരിച്ചിട്ടല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ കൃത്യമായി നിസ്കരിക്കാനും നിന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് ജീവിക്കാനും ആരോഗ്യവും ആഫിയത്തും ഏറ്റി നൽകണേ റഹ്മാനേ. അല്ലാഹുവേ നിന്നെ കുറിച്ചുള്ള അറിവും നിന്റെ നിയമങ്ങളെ കുറിച്ച് അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ബുദ്ധിയും വിവേകവും നൽകണേ അല്ലാഹ്. ബുദ്ധിയും വിവേകവും പ്രദാനം ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ നീ ഞങ്ങൾക്ക് ഒരുക്കി തന്ന വീട് ഖബറാണ്. അതിൽ സമാധാനം നിന്റെ ഔദാര്യമാണ്. അത് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അല്ലാഹുവേ അത് ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലത കൂട്ടണേ അല്ലാഹ്. അല്ലാഹുവേ ഖബർ വെളിച്ചം കൊണ്ട് നിറക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ ഖബറിൽ നീ ഇടുക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഖബറിൽ വെച്ച് നീ നെരുക്കല്ല റഹ്മാനേ. പടച്ചവനെ ഖബറിലുള്ള അദാബിനെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ചോദ്യങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ സിറാത്ത് പാലം ഇടിമിന്നൽ വേഗത്തിൽ കടന്നു പോകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നരകത്തെ തൊട്ട് ഹറാമാക്കിയുള്ള കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾ
ഞങ്ങൾക്ക് നീ തുറന്ന് കാണിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്നു പോകുന്ന മജ്ലിസ് ആക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തരുടെ വീടുകളിൽ നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരുന്ന വീടാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഇവിടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഐക്യവും ഇണക്കവും നീ നൽകണേ അല്ലാഹ്. ഒരുമ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ദുനിയാവിലും ഖബറിലും ആഖിറത്തിലും ഇങ്ങനെ 3 കടവുകളാണല്ലോ നീ ഞങ്ങൾക്ക് പരീക്ഷയായി തന്നത്. അതിലെല്ലാം വിജയിക്കുക എന്നത് ഈ സാധുക്കളെ സംബന്ധിച്ച് കഴിയാത്തതാണ് റഹ്മാനേ. യാ അല്ലാഹ്, ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം പോരായ്മയിലാണ് പടച്ചവനെ. വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വിജയികളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. മനുഷ്യ വിഭാഗം നന്ദിയില്ലാത്തവരാ, അതിൽ പിശുക്കന്മാരാണ് റഹ്മാനേ. അതിന്റെ ഒരു തെളിവാണ് ഒരു നായ ഒരു യജമാനനെ വളർത്തുന്നു. അനുസരണയോട് നായ വാലാട്ടി കൊടുക്കുന്നു. ഒരിക്കൽ ചെറിയൊരു അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിൽ യജമാനന് നായയെ അടിക്കുന്നു, കൈകാലുകൾ മുറിക്കുന്നു, ദൂരേക്ക് വലിച്ചെറിയുന്നു. പിന്നീട് കുറ്റബോധം തോന്നിയ യജമാനൻ അതുവഴി വന്നപ്പോൾ യാ അല്ലാഹ്, ആ യജമാനൻ ആ നായക്കിട്ട പേര് വിളിക്കുകയാ. ആ യജമാനൻ ആ നായക്കിട്ട പേര് വിളിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതിന്റെ സർവവേദനകളും മറന്ന് ഇഴഞ്ഞിഴഞ്ഞ് യജമാനന്റെ അടുത്തേക്ക് ആ നായ തന്റെ വാലാട്ടി വരുന്നത് ഓർക്കുമ്പോ പടച്ചവനെ, എന്തേ ഞങ്ങൾക്ക് ആ ബുദ്ധി തന്നില്ല, വിവേകമുണ്ടായിട്ടും അത് പ്രയോജനത്തിൽ വരുത്തുന്നില്ല അല്ലാഹ്. കാലിൽ മുള്ള കുത്തുമ്പോഴേക്കും നന്ദിയില്ലാത്തവരായി മനുഷ്യരാ മാറുമ്പോ നീ വാരിക്കൊടുക്കുന്ന സമ്പത്ത് എങ്ങനെ ചിലവഴിക്കണമെന്നറിയാത്തവർ പടച്ചവനെ, എന്റെ അതാവ് കൊണ്ട് നീ പരീക്ഷിക്കും. ആ വിഭാഗക്കാരിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. വേദന തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. പടച്ചവനെ, കുട്ടികളില്ലാത്തവർ കുട്ടികളുണ്ടായിട്ടും സമാധാനമില്ലാതെ, ഭാര്യയുടെ ദുസ്വഭാവം, ഭർത്താക്കന്മാരുടെ ദുസ്വഭാവം, കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ, ജോലികളിലും ബിസിനസ്സുകളിലും ബർക്കത്തില്ലാതെ, ഇങ്ങനെ 100 പ്രശ്നങ്ങള് ഞങ്ങൾ അലട്ടുമ്പോൾ എങ്ങനെയാ എന്റെ പരീക്ഷകളിൽ ഞങ്ങൾ വിജയിക്കുക അല്ലാഹ്. എന്റെ കനിവ് കൂടെ ഉണ്ടെങ്കിൽ അല്ലാതെ രക്ഷയുമില്ല റബ്ബേ. അതിനു വേണ്ടിയാണ് എല്ലാം സഹിച്ച് കഷ്ടപ്പെട്ട് ഈ മജ്ലിസ് തയ്യാറാക്കിയതും ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതും യാ അല്ലാഹ്. കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ അല്ലാഹ്. പടച്ചവനെ, കടങ്ങളെ കൊണ്ട് ബോധി മുട്ടിയവരുണ്ടല്ലോ അല്ലാഹ്. മനസ്സിന് സമാധാനമില്ലാത്തവരുണ്ട്, പരിഹാരം ഉണ്ടല്ലോ അല്ലാഹ്. പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ മാതാപിതാക്കള്, ഞങ്ങൾക്ക് അറിവ് നൽകുന്ന ഉസ്താദുമാര്, ഞങ്ങൾ ദീനി വളർച്ചക്കായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ യുവാക്കള്, ഉസ്താദുമാര്, മുതഅല്ലിമീങ്ങൾ, പ്രത്യേകിച്ച് ഈ മജ്ലിസില് പങ്കെടുത്ത ഉസ്താദ് ഫളിൽ നിസാമി, നൂറുദ്ദീൻ യമാനി, ജബ്ബാർ ഫൈസി തുടങ്ങിയ എന്റെ അളാപ്പ മൊയ്തീൻ കുട്ടി ദാരിമി, എന്റെ കൂടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കള്, എന്റെ ഉസ്താദ് നദീർ ഫൈസി, അതുപോലെ സിയാസിയമാനി ശിബിൽ ചെറുക്കോട്, അതുപോലെ അറിവ് സംബന്ധമായി സഹായിച്ചവര്, സഹകരിച്ചവര്, അതുപോലെ പന്തല് കെട്ടിയവർ, ഇതുപോലെ ഇതിനു വേണ്ടി വിറക് സംഭാവന ചെയ്തവരെ, ഈ മജ്ലിസിന്റെ സുഗന്ധം
ഈ മജ്‌ലിസിന് സുഗന്ധം അതിനാവശ്യമായ സാധനം തന്ന ആളാ അല്ലാഹുവേ. ഇവരെയൊക്കെ പ്രത്യേകമായി പരിഗണിക്കണേ അല്ലാ, ഇവരെയൊക്കെ പ്രത്യേകമായി പരിഗണിക്കണേ റഹ്മാനേ. അതുപോലെ ഈ മജ്‌ലിസിൽ പങ്കെടുത്തവരാ ദുആ വസിയത്ത് ചെയ്ത എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഫലസ്തീനിൽ എത്രയെത്ര പിഞ്ചുമക്കളാണ്, എത്രയെത്ര പിഞ്ചുമക്കളാണ് മരിച്ചു വീണത് റഹ്മാനെ. ഷഹീദിന്റെ പദവി നൽകണേ അല്ലാ. എത്രയെത്ര പിഞ്ചുമക്കളാണ്, ഉപ്പയെവിടെ, ഉമ്മയെവിടെ, കൂട്ടുകുടുംബമെവിടെ, കഴിക്കാൻ ഭക്ഷണമെവിടെ, വെള്ളമെവിടെ, പട്ടിണി കിടന്ന് വാവിട്ടൊന്നുറക്കെ കറിയാൻ പോലും കഴിയാതെ വയറ്റത്തെ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് കഴിഞ്ഞുകൂടുമ്പോൾ എന്താണ് അവിടെ പരിഹാരം നൽകാത്തത് അല്ലാ? എന്താണ് അവിടെ പരിഹാരം കാണാത്തത് റഹ്മാനേ? അല്ലാഹുവേ, സഹിക്കാനാകുമോ അല്ലാ? അല്ലാഹുവേ, മനുഷ്യത്വമുള്ളവർക്ക് കണ്ടു നിൽക്കാനാകുമോ അല്ലാ? അല്ലാഹുവേ, അവർക്ക് സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, അല്ലാഹുവേ, അവിടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ നാടുകളും വീടുകളും സമാധാനവും സന്തോഷവും ബർക്കത്തും നൽകണേ അല്ലാ. വിദേശങ്ങളിൽ ജോലിക്ക് പോയവർ, നാട്ടിലെ ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവരിലും ബർക്കത്തും കാവലും നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ പിച്ചക്കാരാക്കല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ പിച്ചക്കാരാക്കല്ലേ റഹ്മാനേ. യാചകരാക്കല്ലേ അല്ലാ, യാചകരാക്കല്ലേ റഹ്മാനേ. വീടില്ലാതെ വിഷമിക്കുന്നവരാ, വാടക വീടുകളിൽ താമസിക്കുന്നവരാ, മാളിക കൊട്ടാരങ്ങളിൽ താമസിക്കുന്നവര്, എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രമാണ് മരണം, ഖബർ, ആഖിറം നന്നാവണം. പടച്ചവനേ, നീ വിചാരിച്ചാലല്ലാതെ ഒരു രക്ഷയുമില്ല അല്ലാ. അതിനാണ് ഇരു കൈകളും മുന്നിലേക്ക് ഉയർത്തി പറയുന്നത്, ഞങ്ങൾ സമാധാനം കൊണ്ട് അല്ലാ. സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഒരുപാട് മുസ്ലിം സഹോദരിമാര് ഈ മജ്‌ലിസുമായി സഹകരിച്ചോ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞോ. അവിടെ എല്ലാ നല്ല മുറാദുകളും പൂർത്തീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മഹലുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നും പലരും ഇന്നാരടി മണ്ണിലാണ്. അവർക്ക് നീയല്ലാതെ ആരുണ്ട് റബ്ബേ? അവർക്ക് സഹായത്തിന് നീ മാത്രമാണ് അല്ലാ. അവര് ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾ അവർക്ക് കൂട്ടുകാരായി വരുത്തണേ അല്ലാ. വന്നു പോയ എല്ലാ പാപങ്ങളും പുറത്തു മുത്തുനബിയുടെ ശഫാഅത്തില് ഖിയാമത്ത് നാൾ വരെ അവരെ സന്തോഷിപ്പിക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. കൂട്ടത്തിൽ ഞങ്ങൾക്കും സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. ഖബർ വിശാലമാക്കി തരണേ അല്ലാ. മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണേ റബ്ബേ. ഒരുപാട് പരാതി നിന്നോട് പറയാനുണ്ട്, ഒരുപാട് പരാതി നിന്നോട് പറഞ്ഞു. അത് ഒഴിവാക്കി മടക്കല്ല അല്ലാ, അത് ഒഴിവാക്കി മടക്കല്ല റഹ്മാനേ. ഇരു കൈകളെ തള്ളി മാറ്റല്ല അല്ലാ. മാശറിൽ വിചാരണയില്ലാതെ ഒരു വിഭാഗം
നിന്റെ സ്വർഗത്തില് പ്രവേശിക്കുമെങ്കിൽ അവരുടെ കൈപിടിച്ചെങ്കിലും അവരുടെ കൈപിടിച്ചെങ്കിലും ഇവിടെ കൂടിയവരെയും ഞങ്ങളെയും കുടുംബങ്ങളെയും അങ്ങോട്ടെത്തിക്കണേ അല്ലാഹുവേ. നിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകൈകളാൽ മതിവരുവോളം ഹൗദുൽ കൗസർ വാങ്ങി കൊടുക്കാനുള്ള ഭാഗ്യം ഇവരെ മജ്ലിസിൽ ഒരുമിച്ച് കൂടി എല്ലാവർക്കും നീ നൽകണേ അല്ലാഹുവേ. നിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവേ. അർശിന്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തില് ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ചിരിക്കാൻ അനുവദിക്കണേ ഞങ്ങൾ ഒരുമിച്ചിരിക്കാൻ അനുവദിക്കണേ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب سامع. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم اشف أمراضنا يا شافي الأمراض. اللهم ادفع بلياتنا يا دافع البليات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على